ചങ്ങനാശ്ശേരിയിൽ SIയെ കയ്യേറ്റം ചെയ്ത CPM കൗൺസിലർക്കെതിരെ കേസ്. PA നിസാറിനെതിരെ ചങ്ങനാശ്ശേരി പോലീസാണ് കേസെടുത്തത്. ജൂനിയർ SI ആയ ടിവിനെ കയ്യേറ്റം ചെയ്തതിലാണ് കേസ്. SIയും പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചെന്ന് കാണിച്ച് നിസാർ ചികിത്സ തേടിയിരുന്നു. ജോസി ബാബുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ജോസി, ഏതൊക്കെ കുറ്റങ്ങൾ ചാർത്തിയാണ് ഇപ്പോൾ കേസെടുത്തത്? ചങ്ങനാശ്ശേരി പോലീസാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും ഫയർ സ്റ്റേഷൻ വാർഡ് കൗൺസിലറുമായ നിസാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ നിയമസംഹിത 132, കേരള പോലീസ് ആക്ട് 117 ഈ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക, പോലീസുകാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്നിങ്ങനെ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. വാഹന പരിശോധനയ്ക്കിടെ ചങ്ങനാശ്ശേരിയിലെ ജൂനിയർ SI ആയ ടിനുവിനെയും മറ്റ് പോലീസുകാരെയും കൗൺസിലർ നിസാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് പരാതി. വാഹന പരിശോധനയ്ക്കിടെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുവെന്ന പരിശോധന ഭാഗമായി യന്ത്രത്തിലേക്ക് ഊതാൻ ആവശ്യപ്പെടുകയും അത് നിരാകരിക്കുകയും താൻ മദ്യപിക്കുന്ന ആളല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാകുകയും പോലീസ് ജയിലിൽ കയറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ നിസാർ പോലീസുകാരെയും SIയെയും കയ്യേറ്റം ചെയ്തുവെന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം SIയും പോലീസുകാരും തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ച് നിസാർ പരാതി നൽകിയിരുന്നു. കൂടാതെ നിസാർ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ ആ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടില്ല. നിലവിൽ ജൂനിയർ SI ആയ ടിനുവിന്റെ പരാതിയിലാണ് CPM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും ഫയർ സ്റ്റേഷൻ വാർഡ് കൗൺസിലറുമായ നിസാറിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി ജോസി.